അപ്പോഴേ ദേ ഈ ഫോൺ എന്നാ ഐറ്റെന്നറിയോ? ഞാൻ കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റെസിപ്പി കണ്ട് ട്രൈ ചെയ്താണെങ്കിലും ഐറ്റം നല്ല അടിപൊളിയാണ്. നല്ല ക്രീമി ചിക്കൻ കറി. ദേ അടുത്തയാളും കൈയിട്ട് ദേ ഇവർ കഴിക്കണ കണ്ടറിയാം ഐറ്റം അടിപൊളിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ഈസി ചിക്കൻ കറിയാണ്. നമുക്ക് അപ്പോൾ ചിക്കൻ കറിയിലോട്ട് അങ്ങ് പോയാലോ? പാൻ വെച്ചു, ദേ കുറച്ച് വെളിച്ചെണ്ണ. നമ്മൾ അത്യാവശ്യം ഡയറ്റ് നോക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് അധികം വെളിച്ചെണ്ണയൊന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അത് ചൂടായി വരുമ്പോഴത്തേനും പെരിഞ്ജീരകമാണ് ഇട്ട് പൊട്ടിക്കുന്നത്. എനിക്ക് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നത്. പെരിഞ്ജീരകം ഇട്ടു. പെരിഞ്ജീരകം പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന ടൈമിൽ 2 തക്കാളി കട്ട് ചെയ്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. 2 തക്കാളി എടുത്തു, കട്ട് ചെയ്തു. ദേ അത് ആ വെളിച്ചെണ്ണയിലോട്ടും പൊട്ടി വന്ന് ജീരകത്തിലോട്ടും ആഡ് ചെയ്തു. അതിനി അവിടെ കിടന്നങ്ങ് വേവട്ടെ. അതൊന്ന് വേവണ നേരം കൊണ്ട് ദേ തൊട്ടപ്പുറം അടുപ്പിൽ മീൻകറി, കേരക്കറിയാണേ. മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ദേ തക്കാളി വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇനി തക്കാളി അവിടെ ഒന്നിരുന്ന് വേവട്ടെ. തക്കാളി വേവണ നേരം കൊണ്ട് ദേ മൂടി വെച്ചാണ് നമ്മൾ വേവിക്കുന്നത്. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഞാൻ തിരിച്ച് മറിച്ചിട്ട് ഇളക്കി മറിച്ച് ദേ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. തക്കാളി അങ്ങ് വെന്ത് വരട്ടെ. ദേ കുറച്ച് വെളുത്തുള്ളി എടുത്തു, ഇഞ്ചി ഇട്ടു. ഇനി എന്തായിരിക്കും? 2 കഷ്ണം ഇഞ്ചിയാണ് ഇട്ടേക്കണം. ഒരു 10 അല്ലി വെളുത്തുള്ളി കാണും. പച്ചമുളക് ഇട്ടു, ചെറിയുള്ളി ഇട്ടു. ഇനി കുതിർത്ത് വെച്ച കാഷ്നട്ടാണ് ഇടുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കാണും. കുറച്ച് കാഷ്നട്ട് ഇട്ടു. ഇതേ 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഇതേ മല്ലിപ്പൊടി വന്നു 1 ടേബിൾ സ്പൂൺ കാണുള്ളൂ. പിന്നെ ഇതേ യോഗട്ട്, നല്ല കട്ട തൈരാണ് ആഡ് ചെയ്യണത്. അതും കൂടെ ചേർത്ത് അരച്ച് നമ്മുടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന തക്കാളിയിലോട്ട് നമ്മൾ ഈ ഇത്രയും അരച്ചെടുത്ത ഐറ്റംസ് എല്ലാം കൂടെയും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആ തക്കാളിയിലോട്ട് നമ്മൾ ഒഴിച്ചു. ഇനി ഗ്രേവി ഒന്ന് തിക്കായി വരട്ടെ, ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു. ആവശ്യത്തിനിപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാമല്ലോ നമുക്ക് എന്തേരം ഉപ്പ് വേണമെന്നോ. ഉപ്പ് ആഡ് ചെയ്തു. ഉപ്പ് ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കി എല്ലാ സൈഡിലോട്ടും ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ ഞാൻ. ഇനി നമുക്കൊന്ന് മൂടി വെക്കണോ? ഒന്ന് മൂടി വെച്ചേക്കാം. കുറച്ചും കൂടി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ. ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനി നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് മൂടി വെച്ച് വേവിക്കാമെന്നല്ല, ഒന്ന് അതിൻ്റെ മല്ലിപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോണയിടം വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ ചിക്കൻ ഒരു കോഴിയാണ്. എന്തേരം ഉണ്ടെന്ന് ചോദിച്ചൊരു 1.5 കിലോയോളം വരുന്ന ചിക്കൻ ആയിരിക്കും തോന്നുന്നു. ഞാൻ 1.5 കിലോയോളം ഉണ്ടാവും ചിക്കൻ ഉപ്പും മുളക് പൊടിയും തേച്ച് ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചിക്കനാണ് ഇതിൻ്റെ അകത്തോട്ട് ഇനി ആഡ് ചെയ്യാൻ പോണേ. സൈഡിൽ നമ്മുടെ മീൻകറിയുടെ പണി ഏകദേശം കഴിഞ്ഞു. 2 മിനിറ്റും കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയാണേ. മീൻകറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇതൊന്നും മസാലയൊക്കെ ഒന്ന് സെറ്റായി. നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ആഡ് ചെയ്താൽ മാത്രം മതി. ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറക്കിയിടുന്നുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് ആഡ് ചെയ്താൽ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇത് ബിരിയാണി ഉണ്ടാക്കാനുള്ള മൈൻഡ് സെറ്റിൽ മേടിച്ചതാണ് ചിക്കൻ. പക്ഷേ പ്ലാൻ ചേഞ്ച് ചെയ്ത് ഞാൻ ചിക്കൻ കറിയിലോട്ട് മാറിയതായതുകൊണ്ടാണ് കേട്ടോ വലിയ പീസായിട്ട് കിടക്കണേ. പിന്നെ എനിക്ക് ചെറിയ പീസായിട്ട് കിടക്കണതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് ആഡ് ചെയ്തു. പിന്നെ കട്ട് ചെയ്യാനൊന്നും പോയൊന്നുമില്ല. അപ്പോൾ ഈ ചിക്കനൊക്കെ നന്നായിട്ട് നമ്മുടെ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഗ്രേവി ചെല്ലാൻ പാകത്തിന് ഇളക്കി
നമുക്കിതിനൊരു മൂടി വെച്ച് വേവിക്കണം. ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ നിങ്ങളെല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ. ഒരു പിടി ഉപ്പിച്ചിരി മുന്നോട്ട് നിൽക്കണം കേട്ടോ. ഇത് പിന്നെ കുറച്ച് ഗരം മസാലയാണ് ആഡ് ചെയ്തേക്കുന്നത്. കുറച്ച് ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ ആഡ് ചെയ്തേക്കണ കസൂരി മേത്തി ഒരു എന്തായാലും ഒരു നിങ്ങൾക്ക് കണ്ടറിയാലോ, 1 സ്പൂണൊക്കെ കാണും. കസൂരി മേത്തി എടുത്തൊന്ന് കയ്യിലൊന്ന് തിരുമ്മിയിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് നന്നായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. നമ്മളൊരു ക്രീമും ആഡ് ചെയ്തിട്ടില്ല ഇതിൽ. യോഗേട്ടിൻ്റെ ആ തിക്നെസ് ആട്ടോ കാണുന്നത്. യോഗേട്ടിൻ്റെയും കാഷ്നട്ടും അരച്ച് ചേർത്തതിൻ്റെ തിക്നെസ് ആട്ടോ കറിയിൽ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിനൊരു മൂടി വെച്ചൊരു അരമണിക്കൂർ. ചിക്കൻ പെട്ടെന്ന് ഇപ്പോൾ വേവുന്നതുകൊണ്ട് നമുക്ക് അധികം നേരിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അത് തുറന്നു അടച്ച് ഞാൻ എന്തീ കാണിക്കണേ. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാ ഭാഗത്തോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി മൂടി വെച്ച് വേവിക്കാം. മൂടി ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻകറി ഒന്ന് എടുത്ത് ചുറ്റിച്ച് വെക്കുന്ന കേട്ടോ കാണുന്നത്. മീൻകറി റെഡിയാണ്. ഇനി നമ്മുടെ ചിക്കൻ കറി എന്തായി കാണുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുക്കി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മൂടി വെച്ചു. ഇനി വീണ്ടും മൂടി തുറന്ന് നന്നായിട്ട് തിളച്ചു തുടങ്ങി. ചിക്കൻ ഒരു 3/4 വേവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ 2 സവാള അരിഞ്ഞതാണ് ആഡ് ചെയ്യണേ. നമുക്കിതിൽ സവാള വഴറ്റൊന്നും വേണ്ട, പണി ഭയങ്കര എളുപ്പമുണ്ട്. ആകെ ഇച്ചിരി ചെറിയുള്ളി എല്ലാം ഒന്ന് തൊണ്ട് പൊളിച്ചെടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് ആഡ് ചെയ്താൽ മതി. വഴറ്റി അധികം വെളിച്ചെണ്ണയൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 സവാള കട്ട് ചെയ്തത് ഒരു 3/4 വേവാകുമ്പോഴത്തേനും 2 സവാള കട്ട് ചെയ്ത് ആഡ് ചെയ്തു. അതൊന്ന് സെറ്റാവട്ടെ. ഇനി ആ സവാളയും കൂടി ഒന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ചെറിയ 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി ഇവിടെ തീരും. സവാള നമ്മുടെ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കാൻ മാത്രം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ചപ്പാത്തിയുടെ ഒക്കെ അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോഴത്തേന് സവാളയൊക്കെ അതിൽ കിടന്ന് വെന്ത് ഗ്രേവിയൊക്കെ നല്ല തിക്കായി. നമ്മുടെ ഗ്രേവി ഒന്നും വറ്റിപ്പോയിട്ടില്ല കേട്ടോ. ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല കറക്റ്റ് പാകത്തിനാണ്. ഇനിയൊരു സൂത്രം ചേർക്കാനുണ്ട്. പഞ്ചസാര ചെറിയൊരു ടിപ്പാട്ടോ. നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പഞ്ചസാര അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് തരും. അന്ന് ഒത്തിരി കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.